ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വിഷ്ണുയോഗയുടെ 9ാം പാഠമാണ്. ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായമാണ് പഠിക്കുന്നത്. കർമ്മത്തെക്കുറിച്ചാണ്. എന്താണ് കർമ്മം? കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ ചിന്തകളാണ് പിന്നീട് കർമ്മമായിട്ട് പരിണമിക്കുന്നത്. ഇപ്പം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം. ഉദാഹരണത്തിന് നമുക്ക് സംഗീതം പഠിക്കണം. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ ആദ്യം ആ സംഗീതം പഠിക്കണമെന്നുള്ള ആ ചിന്ത രൂപപ്പെടും. പിന്നീട് നമ്മൾ ആരാണ് സംഗീതം പഠിപ്പിക്കുന്നത്, എവിടെ പഠിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുന്നു. പിന്നീട് നമ്മളത് കണ്ടെത്തുന്നു. പിന്നീട് നമ്മളത് പഠിക്കുന്നു. അപ്പോൾ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, പഠിക്കുന്നു. ഇതെല്ലാം ഓരോരോ കർമ്മങ്ങളാണ്, ഓരോരോ പ്രവൃത്തികളാണ്. കർമ്മങ്ങൾ പലതരം കർമ്മങ്ങളുണ്ട്. സത്കർമ്മങ്ങളുണ്ട്, ദുഷ്കർമ്മങ്ങളുണ്ട്, സ്വകർമ്മങ്ങളുണ്ട്, ഈശ്വരകർമ്മങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ ദൈനംദിന വൃത്തിക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ജീവിത മാർഗത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന തൊഴിൽ, അതൊരു കർമ്മമാണ്. അങ്ങനെ കർമ്മങ്ങൾക്ക് ഒരു അവസാനമില്ല. എത്ര കർമ്മം എന്ന് ചോദിച്ചാൽ ഈ പ്രകൃതിയിൽ ഓരോ ജീവജാലങ്ങൾ അതുങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കും. ഉദാഹരണത്തിന് മേഘങ്ങളിൽ കൂടെ മഴ പെയ്യുന്നു, സൂര്യൻ അതിൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു, ചൂടും വെളിച്ചവും തരുന്നു. ഇങ്ങനെ കർമ്മങ്ങൾക്കൊരു അവസാനമില്ല. പക്ഷെ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ദൈവത്തിൽ നിന്ന് തുടങ്ങാം. അതായത് നമ്മളിൽ നിന്ന് തുടങ്ങാം. നമ്മൾ എന്തായിരുന്നു, അതിനുവേണ്ടി നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം, ആ ഒരു കൊച്ചുകുട്ടി, ഒരു പെൺകുട്ടിയാണെങ്കിൽ അതൊരു 10-11 വയസ്സാകുമ്പോഴാണ് അതിന് മെൻസ്ട്രൽ പീരീഡ് ഒക്കെ വരുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ അണ്ഡം സൃഷ്ടമാകുന്നത്. അത് ആ വ്യക്തിക്കോ അല്ലെങ്കിൽ നമ്മൾക്കോ അത് സൃഷ്ടിക്കാൻ സാധ്യമല്ല. അത് ഭഗവാൻ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ആ കുട്ടിയിൽ അണ്ടോൽപാദനം തുടങ്ങുന്നു. അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയിൽ 12-13 വയസ്സാകുമ്പോൾ അവനിൽ ബീജോൽപാദനം സംഭവിക്കുന്നു. അങ്ങനെ അവർ ഒരു പ്രായമാകുമ്പം വിവാഹം കഴിക്കുന്നു. അതൊരു കർമ്മമാണ്. അതിനുശേഷം അവർ മൈഥുന കർമ്മം ചെയ്യുന്നു, അതായത് സെക്സ് ചെയ്യുന്നു. അതോടുകൂടി ബീജവും അണ്ടവും ഒരുമിച്ച് ചേരുന്നു. നമുക്കറിയാം, അണ്ടം എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ആയിരിക്കും ഒരു സ്ത്രീയുടെ ഓവറിയിൽ നിന്നും പുറപ്പെടുന്നത്. അതേസമയം ഒരു പുരുഷന്റെ വൃഷണത്തിൽ, ടെസ്റ്റക്കിൾസിൽ ഏകദേശം ഒരു സ്ഖലനത്തിൽ കൂടെ ഏകദേശം 40 കോടി ബീജങ്ങളാണ് പുറത്തു വരുന്നത്. ഈ 40 കോടി ബീജങ്ങൾ ഒരെണ്ണം മാത്രമാണ് അമ്മയുടെ അണ്ടമായി ചേരുന്നത്. ഇത് ഏതാണ് ചേരുന്നതെന്നൊന്നും ഒരു മനുഷ്യനും അറിയത്തില്ല, നമുക്കാർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ അവിടുന്ന് ആരംഭിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവമാണ് അതിലേതെങ്കിലും ഒരു ബീജത്തെ ഓടിച്ചു കൊണ്ടുവന്ന് ആ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ആ അണ്ടത്തിലേക്ക് ചേർക്കുന്നത്. ആ സെക്കൻഡിൽ തന്നെ അതൊരു ഏകകോശമായി പരിണമിച്ചു. അതിനെ നമ്മൾ എന്താ പറയുന്നത്, സൈഗോട്ട് എന്ന് പറയും. ഈ സൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോശമാണ്. അതിനെ വീണ്ടും 2, 4, 8, 16, 32, 64, 128, 256 എന്ന ജോമെട്രിക്കൽ പ്രോഗ്രഷൻ അനുസരിച്ച് അതിനെ വളർത്തി കൊണ്ടുവന്ന് ഒരു പൂർണ്ണ ശിശുവാക്കാൻ 280 ദിവസം ഭഗവാൻ വേണം. അതിനകത്ത് അമ്മയുടെ അച്ഛൻ്റെ യാതൊരു റോളുമില്ല. അമ്മ പിന്നെ ഭക്ഷണം കഴിക്കുക, അതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അബ്സോർവ് ചെയ്തിട്ടാണ് ഭഗവാൻ ഈ സൃഷ്ടി നടത്തുന്നത്. അപ്പം ഭഗവാൻ സൃഷ്ടി നടത്തുന്നത് ഇത്രയും ദിവസം എടുക്കും, ഏകദേശം 280 ദിവസം. പക്ഷെങ്കിൽ നമ്മളിത് അറിയുന്നത് 1 മാസം കഴിയാതെ ഒരമ്മയ്ക്കോ ഒരു അച്ഛനോ അറിയത്തില്ല തൻ്റെ വയറ്റിലൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. 1 മാസം കഴിയുമ്പോൾ പല ടെസ്റ്റുകളും ചെയ്ത് അല്ലെങ്കിൽ ആ പീരീഡൊക്കെ നിന്ന് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. പക്ഷേങ്കിൽ അപ്പോഴത്തേനും 1 മാസം ആയപ്പോഴത്തേനും ആ ഫ്യൂട്ടസിൽ ഹൃദയം ആണ് ആദ്യം ഡെവലപ്പ് ആവുന്നത്. അതായത് ഏകകോശത്തിൽ നിന്ന് ഏകദേശം 4 ആഴ്ച, ഒരു 30 ദിവസം കൊണ്ട് അതിൽ ഹൃദയം ഡെവലപ്പ് ആവുന്നു. ആ ഹൃദയത്തിലാണ് ഭഗവാൻ യോഗ നിദ്രയിൽ കിടക്കുന്നത്. അവിടെ കിടന്നുകൊണ്ട് ഭഗവാൻ പതുക്കെ നമ്മുടെ ശരീരത്തിലെ കണ്ണും കാതും മൂക്കും, അതായത് പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാം സൃഷ്ടിക്കുന്നു, നമ്മുടെ കൈകാലുകൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഓരോന്നും സൃഷ്ടിച്ച് ഏകദേശം 280 ദിവസം, ചിലപ്പോൾ അത് കുറയാം, 1-2 ദിവസം കൂടാം. അത്രയും ദിവസം കൊണ്ട് നമ്മളൊരു പൂർണ്ണ ശിശുവായി മാറുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 37.2 ലക്ഷം കോടി കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഇതെല്ലാം സൃഷ്ടിച്ച ഭഗവാനാണ്. അതിനുശേഷം ആ മാതാവിൻ്റെ ഗർഭം മുതൽ നമ്മളെ ഭൂഗർഭം വരെ ഭഗവാൻ അനുഗമിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഭഗവാൻ 24 മണിക്കൂർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ എത്ര വാരി വിഴുങ്ങിയാൽ, ഏതെല്ലാം ഭക്ഷണം കഴിച്ചാൽ അതെല്ലാം ദഹിപ്പിക്കുന്ന ഭഗവാനാണ്. ശ്വാസോച്ഛ്വാസം നടത്തുന്നു, രക്തചംക്രമണം നടത്തുന്നു, ഹൃദയം ഇടിപ്പിക്കുന്നു. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡായിട്ട് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ നാഡീവ്യവസ്ഥകളെ നിയന്ത്രിക്കുന്നു, പ്രത്യുൽപാദന അവയവങ്ങളെ നിയന്ത്രിക്കുന്നു, അതുപോലെ പ്രത്യുൽപാദനത്തെ നിയന്ത്രിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാനാണ്. അതുപോലെ വിസർജ്യങ്ങൾ രൂപപ്പെടുത്തുന്നു, അത് വിസർജിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ കോശങ്ങൾ വളരുന്നു, കോശങ്ങൾ ജനിക്കുന്നു, മരിക്കുന്നു. അതുപോലെ ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ. അതുപോലെ നമ്മുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന അവിടുന്നാണ്. നമ്മുടെ ഹൈറ്റും വെയ്റ്റും ഇത് മാത്രമോ, ഇതുകൂടാതെ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും നമ്മുടെ ശബ്ദത്തെയും നമ്മുടെ സ്വഭാവത്തെയും അറിവിനെയും എല്ലാം നിയന്ത്രിക്കുക. അതിൽ
കൃത്യമായി കൊടുത്ത് നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്ത് നമ്മളെ ഈ ലോകത്ത് ജീവനോടെ നിലനിർത്തുന്ന ഏക ശക്തിയാണ് ഭഗവാൻ. ആ ഭഗവാൻ ഇല്ലാതെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധ്യമല്ല. ആ ഭഗവാന് നമ്മൾക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും ഇടതടവില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങും, പക്ഷെ ആ സമയത്ത് ഭഗവാൻ ഉണർന്നിരിക്കുകയാണ്, നമ്മുടെ ശരീരത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഇരിക്കുകയാണ്. ആ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആ ഭഗവാനെ മറന്നാണ് ഇന്ന് ലോകം ജീവിക്കുന്നത്. പിന്നെ അപ്പം മനുഷ്യന് പ്രശ്നങ്ങൾ ഇല്ലാതെ വരുമോ? ആ ഭഗവാന് നമ്മൾ എന്തെല്ലാം കൊടുത്താൽ പകരമാകും? ഒന്നും ആവില്ല. ഭഗവാൻ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെയാണ് എല്ലാ ജോലികളും എല്ലാ ജീവജാലങ്ങൾക്കും ചെയ്തു കൊടുക്കുന്നത്. 1000 കോടി മനുഷ്യർ ഈ ലോകത്തുണ്ട്. ഈ 1000 കോടി മനുഷ്യരിൽ പിന്നെ ദേവന്മാരുണ്ട്, അസുരന്മാരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, മതീതരന്മാരുണ്ട്, ഈശ്വര നിഷേധികളുണ്ട്, അങ്ങനെ പിന്നെ ഭഗവാനെ അത്യധികം വെറുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും ഭഗവാൻ ആരുടെയും മുഖം നോക്കാതെ എല്ലാവർക്കും ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ ഭഗവാൻ നമുക്ക് എതിരായി നിൽക്കുള്ളൂ. നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമല്ലെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം കൊടുത്തിരിക്കും. കാരണം നമ്മുടെ കർമ്മങ്ങൾ എല്ലാം അവിടുന്ന് ഉള്ളിൽ ഇരുന്ന് ഒരു കർമ്മോമീറ്റർ ഉണ്ട് നമ്മുടെ, അല്ലെങ്കിൽ ഒരു കർമ്മോമീറ്റർ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഒരു കർമ്മോമീറ്റർ ഭഗവാനിലുണ്ട്. ആ മീറ്റർ ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. നമ്മുടെ ദുഷ്കർമ്മങ്ങളും സത്കർമ്മങ്ങളും നമ്മുടെ എല്ലാ കർമ്മങ്ങളും അത് രേഖപ്പെടുത്തി അതിനനുസരിച്ച് നമ്മൾക്ക് ഫലം തരികയും ചെയ്യുന്നു. ഭഗവാൻ നമുക്ക് തരുന്ന തിരിച്ചടി എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും രോഗങ്ങളാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് മാനസിക സംഘർഷങ്ങളാണ്. ഇതുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാശുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും മനസ്സമാനം ഉണ്ടാവില്ല. അപ്പം കർമ്മങ്ങൾ ശുദ്ധമാക്കണം. ഭഗവാൻ പറയും നമുക്ക് കർമ്മം ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അതിൻ്റെ ഫലത്തെ ചിന്തിക്കാൻ അധികാരമില്ല. അതായത് നമ്മൾക്ക് സെക്സ് ചെയ്യാം, പക്ഷേ ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനാണോ എന്നൊന്നും തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ല. അതൊക്കെ ഭഗവാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഒരു പിന്നെ മരം വെക്കാം, അല്ലെ ഒരു വാഴ നമുക്ക് വെക്കാം, അതിൽ നിന്ന് ഫലം നമുക്ക് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞ് വാഴ വെച്ചിട്ട് കാര്യമില്ല. വാഴ വെക്കുക, അതിനെ പരിചരിക്കുക, അതിന് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും ചെയ്ത് അതിനെ വളർത്തുക. അപ്പം ഫലം തനിയെ വന്നുകൊള്ളും. അല്ലാതെ നമ്മൾ ഇതിൽ നിന്ന് ഇത് കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്നാലേ ചിലപ്പോൾ ഒരു കാറ്റ് വന്ന വാഴ അങ്ങ് ഒടിഞ്ഞു പോകുക, അല്ലെ വെള്ളപ്പൊക്കം വന്ന് അത് മുങ്ങിപ്പോകുക. അങ്ങനെ പല പല കാര്യങ്ങളിൽ കൂടെ അതിന് നാശം സംഭവിക്കുക. അതുപോലെയാണ് മക്കളെ വളർത്തുന്നത്. നമുക്ക് സൃഷ്ടിക്കുന്ന ഭഗവാന്റെ സഹായത്തോടു കൂടി നമുക്ക് മക്കളെ സൃഷ്ടിച്ചെടുക്കാം. അതിനുശേഷം മക്കളെ വളർത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിൽ കൂടെ മക്കൾ നല്ല നിലയിലെത്താൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അവർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ അവർ സ്വയം കഴിക്കണമെങ്കിൽ അവരത് കഴിക്കട്ടെ, അതല്ല നമുക്ക് കഴിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളത് ചെയ്യുക. അതിനുശേഷം അവരുടെ വഴിക്ക് വിടുക. അല്ലാതെ എൻ്റെ മകനല്ല എൻ്റെ മകൾ എനിക്ക് വേണ്ടി എൻ്റെ ജീവിതകാലം വരെ എന്നെ നോക്കണം, അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ മക്കളെ വളർത്താൻ പാടില്ല. അപ്പം നമ്മൾ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കതിൻ്റെ ഫലത്തിൽ അവകാശമില്ല. നമുക്ക് അതിൻ്റെ അവകാശം വരുന്ന എപ്പോഴാണ് നമ്മൾ ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ട് ഭഗവാന്റെ സമ്മതത്തോടും അനുഗ്രഹത്തോടും കൂടി ജീവിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾക്ക് വേണ്ടുന്ന സഹായം സമയമാകുമ്പോൾ ചെയ്തു തന്നിരിക്കാൻ യാതൊരു സംശയമില്ല. അപ്പം നമ്മളുടെ കർമ്മങ്ങൾ ശുദ്ധമാക്കണം. ഇനി കർമ്മങ്ങളെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്, ഇവിടെ ഒന്നും പറഞ്ഞാൽ അവസാനിക്കത്തില്ല. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് വിശ്വഗുരു വിഷ്ണു ഭഗവാൻ, ജയ് വിശ്വമാത വസുന്ധരാ ദേവി.